ചാർലി പതുക്കെ അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു. പനിച്ചൂടിൽ അവളുടെ കവിളുകളും ചുണ്ടുകളും ഒന്നുകൂടെ ചുവന്നു തുടുത്തിരുന്നു. താൻ ആഗ്രഹിച്ച പെണ്ണ്, താൻ സ്വന്തമാക്കണമെന്ന സ്വപ്നം കണ്ട തൻ്റെ പെണ്ണ്, അതും തൻ്റെ വീട്ടിൽ, തൻ്റെ ഒപ്പം. ബുദ്ധിക്ക് മുകളിൽ അവൻ്റെ മനസ്സ് ചിന്തിക്കാൻ തുടങ്ങി. മനസ്സ് കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിൽ അവൻ എത്തിച്ചേർന്നു. അവളുടെ ആ ചുണ്ടിൻ്റെ അടുത്തേക്ക് അവൻ തൻ്റെ മുഖം അടുപ്പിച്ചു. അവൻ്റെ നോട്ടം മുഴുവൻ അവളുടെ ചുണ്ടിലേക്കായിരുന്നു. നൂലിഴ വ്യത്യാസം പോലും ഇല്ലാതെ അവൻ്റെ ചുണ്ട് അവളുടെ ചുണ്ടിൽ തൊട്ടു തൊട്ടില്ല എന്ന പോലെയായി. ഒരു കൈ അവളുടെ കവിളിൽ വെച്ചുകൊണ്ട് അവൻ തൻ്റെ ചുണ്ട് അവളുടെ അടുത്തേക്ക് അടുപ്പിച്ചു. അതൊരു കാട്ടുതീ പോലെ പടരുന്ന വന്യമായ ചുംബനമായിരുന്നില്ല, മറിച്ച് അവളെ തന്നിലേക്ക് അലിയിച്ചു കളയുന്ന, അവളുടെ വേദനകളെയെല്ലാം മായ്ച്ചു കളയുന്ന അത്രമേൽ ആഴമുള്ള തീവ്രമായൊരു പ്രണയ ചുംബനമായിരുന്നു. അവളുടെ നെറ്റി ചുളിഞ്ഞു. എങ്കിലും അവൾ അവൻ്റെ ഷർട്ടിൽ കരങ്ങൾ അമർത്തി. പെട്ടെന്ന് എന്തോ സ്വബോധം വന്നതുപോലെ അവൻ അവളിൽ നിന്നും അകന്നു മാറാൻ ശ്രമിച്ചു. എന്നാൽ അതിനവനെ അനുവദിക്കാതെ, അവൻ പോലും പ്രതീക്ഷിക്കാതെ അവൾ ചാർലിയുടെ കഴുത്തിലൂടെ കൈകൾ പിണച്ച് അവനെ തന്നിലേക്ക് കൂടുതൽ വലിച്ചടുപ്പിച്ചു. ചാർലി ഞെട്ടിപ്പോയി. എന്നെ വിട്ടിട്ട് പോവല്ലേ, എനിക്ക് പേടിയാ, അവൾ കണ്ണുകൾ അടച്ചു പറഞ്ഞു. ഞാൻ നിന്നെ വിട്ട് പോവില്ല ഷീതു. ചാർലി പ്രണയത്തോടെയും വാത്സല്യത്തോടെയും അവൾക്ക് മറുപടി നൽകി. ഉറക്കത്തിൽ എന്ന പോലെ അവളൊന്ന് പുഞ്ചിരിച്ചു. എനിക്ക് തണുക്കുന്നു, പാതി ബോധത്തോടെ അവൾ വീണ്ടും പറഞ്ഞു. പിന്നെ അവൻ ഇരുന്ന ഷർട്ടിന്റെ കോളറിൽ മുറുക്കെ പിടിച്ചു. അവൾ പിടിച്ചിരിക്കുന്ന അവൻ്റെ ഷർട്ടിലേക്കും ശേഷം അവളുടെ മുഖത്തേക്കും അവൻ നോക്കി. അവൾ നല്ല ഉറക്കമാണ്. അവൻ അവളുടെ കൈ വിടിയിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൾ അത്രയും മുറുക്കെ പിടിച്ചിരിക്കുകയായിരുന്നു അവനെ. അവൻ പതിയെ അവളുടെ കൈ വേർപെടുത്തി. പിന്നെ അവളിൽ നിന്നും മാറാനായി ശ്രമിച്ചു. എന്നാൽ അതിനവനെ സമ്മതിക്കാതെ അവൾ അവൻ്റെ കൈയെടുത്ത് അവളുടെ മുഖത്തിൻ്റെ അടിയിലേക്ക് വെച്ച് കിടന്നു. ചാർലി ദയനീയമായിട്ട് അവളെ നോക്കി. ഇതൊന്നും അവൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലെന്ന് അവൻ അറിയാമായിരുന്നു. വേറെ നിവൃത്തിയില്ലാതെ ഒരുപാട് ആലോചിച്ചതിന് ശേഷം അവൻ അവളുടെ അടുത്തേക്ക് തന്നെ കിടന്നു. അവൻ്റെ കൈ ചേർത്ത് പിടിച്ച് കിടക്കുകയായിരുന്നു അവൾ. ചാർലി ആണെങ്കിൽ അവളെ തന്നെ നോക്കിക്കിടന്നു. അവളുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാൻ അവന് തോന്നുന്നുണ്ടായിരുന്നില്ല. മദ്യം അവൻ്റെ തലയ്ക്ക് പിടിക്കുന്നതായി അവന് തോന്നി. അവൻ്റെ അടുത്ത് കിടക്കുന്ന പെണ്ണിനോട് അവന് വല്ലാത്ത പ്രണയം നിറഞ്ഞു. ചാർലി പതുക്കെ മുന്നോട്ടാഞ്ഞ് അവളുടെ നെറ്റിയിൽ തൻ്റെ ചുണ്ടുകൾ അമർത്തി. ആ പനിച്ചൂടിലേക്ക് തൻ്റെ ചുണ്ടുകളിലൂടെ അവൻ സ്നേഹത്തിൻ്റെ തണുപ്പ് അവൾക്ക് പകരുകയായിരുന്നു. പെട്ടെന്ന് അവൻ പോലും പ്രതീക്ഷിക്കാതെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ചു. ചാർലി ഞെട്ടിപ്പോയി. അവൾ അവനെ പൂട്ടടക്കം കെട്ടിപ്പിടിച്ചു കിടന്നു. അവനാണെങ്കിൽ അവളെ തിരികെ ചേർത്ത് പിടിക്കണോ വേണ്ടായോ എന്നുള്ള അർത്ഥത്തോടെ കിടക്കുകയായിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് തൻ്റെ പെണ്ണിനെ അവൻ ചേർത്ത് പിടിച്ചു. അവൻ്റെ ശരീരം ചൂട് പിടിക്കാൻ തുടങ്ങി. എന്തൊക്കെയോ മാറ്റങ്ങൾ അവനിൽ ഉണ്ടാകുന്നത് പോലെ. അവളുടെ ശരീരം തന്നിലേക്ക് അമർന്നു കിടന്നപ്പോൾ അവന് സ്വയം നിയന്ത്രണം തെറ്റിത്തുടങ്ങി. അവൻ അവളെ തിരികെ തലയിണയിലേക്ക് കിടത്തി. അവൻ്റെ ബോധം മറഞ്ഞു പോകുന്നത് പോലെ അവന് തോന്നുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്തേക്ക് നോക്കി അവനെ നിയന്ത്രിക്കാൻ ഒട്ടും തന്നെ കഴിഞ്ഞിരുന്നില്ല. അവൻ നൽകുന്ന ചുംബനത്തോടൊപ്പം അവൻ്റെ കൈകൾ അവളുടെ വസ്ത്രത്തിനുള്ളിലൂടെ നടുവിൻ്റെ വശങ്ങളിലേക്ക് പതുക്കെ അരിച്ചു കയറി. അവൻ്റെ കൈപ്പത്തിയിലെ ചൂടും അവളുടെ ശരീരത്തിലെ പനിച്ചൂടും തമ്മിൽ അടിയറവ് പറയുന്നത് പോലെ തോന്നി. അവൻ തൻ്റെ മുഖം അവളുടെ കഴുത്തിടുക്കിലേക്ക് ഒളിപ്പിച്ചു. ഇച്ചായ, അത്രമേൽ ആർദ്രമായി ഒരു നേർത്ത മൂളലോടെ അവൾ വിളിച്ചു. ആ വിളി അവൻ്റെ ഉള്ളിലെ നിയന്ത്രണങ്ങളെല്ലാം തകർത്ത് കളഞ്ഞിരുന്നു. അവളുടെ കഴുത്തിലും കോളർ ബോണിലും അവൻ തൻ്റെ ചുണ്ടുകൾ കൊണ്ട് ആഴത്തിൽ അടയാളപ്പെടുത്തി. അവൻ്റെ ശ്വാസഗതി വേഗത്തിലായി. അവൻ്റെ ഹൃദയമിടിപ്പ് പതിവിലും കൂടി. അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ നെറ്റിയിലെ മുടിയിഴകൾ അവൻ പതുക്കെ മാറ്റി ഒതുക്കി. അവൻ്റെ കണ്ണുകളിൽ പ്രണയം മാത്രമായിരുന്നില്ല, അവളെ സ്വന്തമാക്കാനുള്ള ആഗ്രഹം കൂടിയായിരുന്നു. ചാർലി അവളുടെ കൈകൾ കോർത്തു പിടിച്ച് ബെഡിലേക്ക് അമർത്തി. അവളുടെ അതിരങ്ങളെ വീണ്ടും വീണ്ടും സ്വന്തമാക്കി. ഇത്തവണ അതൊരു പതുക്കെയുള്ള ചുംബനമായിരുന്നില്ല, ഇത്രമേൽ ആഴത്തിലുള്ള വന്യമായ ശരീരവും മനസ്സും ഒന്നായി ഒരുക്കിത്തീരുന്ന ഒരു ലഹരിയായിരുന്നു അത്. ആ മുറിയിലെ നേർത്ത വെളിച്ചത്തിൽ പനിയുടെ തളർച്ചയെ പ്രണയത്തിൻ്റെ വന്യത കൊണ്ട് അവർ തോൽപ്പിച്ചു കളയുകയായിരുന്നു. ചാർലി പതുക്കെ അവളുടെ വസ്ത്രങ്ങൾ വേർപെടുത്തി. ഇരുവരും ഒരു മെയ്യായി മാറാൻ അധിക സമയം വേണ്ടി വന്നില്ല. അവൻ്റെ കൈപ്പത്തികൾ അവളുടെ നഗ്നമായ ശരീരത്തിൽ കൂടി താഴേക്കിറങ്ങി. അവളുടെ ശരീരത്തിൻ്റെ ഓരോ സ്ഥലത്തും അവൻ തൻ്റെ കൈകൾ കൊണ്ടും ചുണ്ടുകൾ കൊണ്ടും പ്രണയത്തിൻ്റെ ആഴമേറിയ അടയാളങ്ങൾ തീർത്തു. ഒടുവിൽ എല്ലാ അകലങ്ങളും മായ്ച്ചു കളഞ്ഞുകൊണ്ട് അവർ ശരീരം കൊണ്ട് ഒന്നായി മാറി. ഓരോ ചലനത്തിലും ഓരോ ശ്വാസത്തിലും അവർ പരസ്പരം അലിഞ്ഞു ചേരുകയായിരുന്നു. വിയർപ്പ് തുള്ളികൾ ഇരു ശരീരങ്ങളിൽ നിന്നും ഒന്നിച്ചു പൊടിഞ്ഞു. അത്രമേൽ തീവ്രമായ ആത്മാവും ശരീരവും പൂർണ്ണമായി പങ്കിട്ട ആ നിമിഷങ്ങളിൽ അവർ രണ്ടുപേരും ഒന്നായി മാറുകയായിരുന്നു. തളർച്ചയോടെ അവളുടെ നെഞ്ചിലേക്ക് ചാർലി മുഖം പൊഴുത്തുമ്പോൾ അവൾക്ക് ബോധമില്ലെങ്കിലും രണ്ടുപേരുടെയും ഹൃദയമിടിപ്പൽ ഒരേ താളത്തിലായിരുന്നു ഇടിച്ചിരുന്നത്. ചാർലി, ഇവൻ അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു. ആ ആ
അവൻ പെട്ടെന്ന് ഓർമ്മയിൽ നിന്നും തിരിച്ചു വന്നതുപോലെ അവനെ നോക്കി പറഞ്ഞു, നീ എന്തായി ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നേ? ജീവൻ സംശയത്തോടെ അവനോട് ചോദിച്ചു. ഒന്നുമില്ല. ജീവനെ നോക്കി പറഞ്ഞതിന് ശേഷം അവൻ ആദത്തിൻ്റെ നേരെ തിരിഞ്ഞു. ആദം, അന്ന് ഞാൻ അവളെ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഞാനും അന്ന് കുറച്ച് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അവളെ എനിക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം നിനക്കറിയാലോ. മദ്യത്തിൻ്റെ ആ ഒരു ഹാങ് ഓവറിൽ എനിക്ക് എൻ്റെ സമനില തെറ്റിപ്പോയി. നിയന്ത്രണം എൻ്റെ കയ്യിൽ ഒതുക്കാൻ എനിക്ക് ആ നിമിഷം കഴിഞ്ഞില്ല. അവളാണെങ്കിൽ ഗുളികയുടെ മയക്കത്തിലും പനിയുടെ മയക്കത്തിലുമായിരുന്നു. അവൻ പറഞ്ഞുകൊണ്ട് വീണ്ടും നോക്കി. അതുകൊണ്ട് തന്നെ ആ രാത്രിയിൽ ഞങ്ങൾക്കിടയിൽ സംഭവിച്ചത് എന്താണെന്ന് അവൾക്കറിയില്ല. ഞാൻ സമ്മതിക്കുന്നു, അതെനിക്ക് പറ്റിയൊരു അബദ്ധം തന്നെയാണ്. ഒരു പെണ്ണിൻ്റെ പൂർണ്ണ സമ്മതം ഇല്ലാതെ അവൾ മയങ്ങിക്കിടക്കുമ്പോൾ അവളെ സ്വന്തമാക്കുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാനന്ന് ചെയ്തതിനെക്കുറിച്ച് ഓർത്ത് ഇന്നും ഞാൻ ദുഃഖിക്കുന്നുണ്ട്, സ്വയം പഴിക്കുന്നുണ്ട്. ഇതെനിക്ക് മാത്രമല്ലാതെ ആർക്കും അറിയില്ല. എൻ്റെ അനിയന്മാരോട് പോലും ഇതൊക്കെ തുറന്നു പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായിട്ടില്ല. ചാർലി വിഷമത്തോടെ അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു. ചാർലി തൻ്റെ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് മുഖം ഒന്ന് തുടച്ചു. ഇത്രയും കാലം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച ആ കനൽ പുറത്തേക്കിട്ടതോടെ അവൻ്റെ ശ്വാസമെടുപ്പ് അല്പം വേഗത്തിലായി. എന്നിട്ട് പിറ്റേന്ന് രാവിലെ എന്താ ഉണ്ടായത്? ഷീതു ഇത് അറിഞ്ഞിട്ടേ ഇല്ലായിരുന്നോ? ജീവൻ സംശയത്തോട് ചോദിച്ചു. ഇല്ല, ചാർലി പറഞ്ഞുകൊണ്ട് പിറ്റേന്നത്തെ കാര്യങ്ങൾ ഓർത്തു. പിറ്റേന്ന് രാവിലെ ജനലിലൂടെ അരിച്ചിറങ്ങിയ സൂര്യപ്രകാശം ചാർലിയുടെ മുഖത്തടിച്ചപ്പോഴാണ് അവൻ പതുക്കെ കണ്ണുകൾ തുറന്നത്. രാത്രിയിലെ വന്യമായ പ്രണയത്തിൻ്റെ ആ ലഹരിയും തളർച്ചയും ഇപ്പോഴും അവൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. താൻ കിടക്കുന്നത് തൻ്റെ മുറിയിലല്ലെന്ന് ചാർലിക്ക് മനസ്സിലായി. അവൻ ചുറ്റിനും നോക്കാനായി എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോഴാണ് തൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് ആരോ കിടക്കുന്നത് പോലെ അവന് തോന്നിയത്. അവൻ ഞെട്ടിക്കൊണ്ട് തൻ്റെ അടുത്തേക്ക് നോക്കി. മാറിൽ വരെ പുതപ്പ് പുറിച്ച് നഗ്നയായി തൻ്റെ അടുത്ത് കിടക്കുകയാണ് അവൾ. ചാർലി ഞെട്ടിപ്പോയി. തൻ്റെ കൺമുൻപിൽ കാണുന്നത് എന്താണെന്ന് അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ചുറ്റും നോക്കി. നിലത്ത് അവൻ്റെ വസ്ത്രങ്ങളും അവളുടെ വസ്ത്രങ്ങളും ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ഹൃദയമിടിപ്പ് ശബ്ദത്തിലായി. കൈകളും കാലുകളും ഒക്കെ തന്നെ വിറയ്ക്കാൻ തുടങ്ങി. അപ്പോഴാണ് തലേ ദിവസം രാത്രിയിൽ സംഭവിച്ച കാര്യങ്ങൾ ഓരോന്നായി ചാർലിയുടെ ഓർമ്മയിലേക്ക് ഇരച്ചു കയറിയത്. അബദ്ധം പറ്റിയതുപോലെ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് ചുരുണ്ടുകൂടി കിടക്കുന്നവളെ അവൻ നോക്കി. മദ്യത്തിൻ്റെ ലഹരിയിൽ തൻ്റെ വിവേകം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരുന്നു. അവൾ പനിയുടെ അബോധാവസ്ഥയിലാണെന്ന് പോലും തിരിച്ചറിയാതെ തൻ്റെ വന്യമായ ആഗ്രഹങ്ങൾക്ക് അവളെ കീഴ്പ്പെടുത്തുകയായിരുന്നു താൻ. ദൈവമേ, ഞാൻ എന്തായി ചെയ്തത്? അവൻ സ്വയം ആ നിമിഷം മനസ്സിൽ ചിന്തിച്ചു. രാവിലെയായിട്ടും അവൾ വിറയ്ക്കുന്നത് പോലെ അവന് തോന്നി. നെഞ്ചിൽ കനത്ത കുറ്റബോധവും സങ്കടവും വന്നു നിറഞ്ഞു. കരച്ചിലിൻ്റെ വക്കോളം എത്തിയ അവൻ പതുക്കെ അവളുടെ അരികിലേക്ക് നീങ്ങി. വിറയ്ക്കുന്ന കൈകൾ അവളുടെ നെറ്റിയിലും കവിളിലും വെച്ച് നോക്കി. അവൻ പെട്ടെന്ന് തന്നെ തൻ്റെ കൈ വലിച്ചെടുത്തു. അത്ര ചുട്ടു പൊള്ളുന്നുണ്ടായിരുന്നു അവളുടെ ശരീരം. ശ്വാസം എടുക്കാൻ പോലും അവൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. തൻ്റെ ക്രൂരതയോർത്ത് അവൻ സ്വയം പഴിച്ചു. പിന്നെ ഒന്നും തന്നെ നോക്കിയില്ല. മമ്മി വരുന്നതിന് മുൻപേ തന്നെ അവൻ അവളുടെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചു. അവളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കാൻ പോലും അവന് ഭയം തോന്നിയിരുന്നു. അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൻ റൂമിൽ നിന്നും ഇറങ്ങി തൻ്റെ മുറിയിലേക്കും പോയി. മുറിയിലേക്ക് ചെന്ന് അവൻ മുറിയിലുണ്ടായിരുന്ന സർവ്വ സാധനങ്ങളും വലിച്ചെറിഞ്ഞു. അവനോട് തന്നെ ദേഷ്യം തോന്നി. തൻ്റെ കൈകൾ കൊണ്ട് അവൻ സ്വന്തം തലമുടിയിൽ കോർത്തു പിടിച്ചു. ഭിത്തിയിലേക്ക് തലചായ്ച്ച് അവൻ തറയിലേക്ക് ഇരുന്നു പോയി. ശ്വാസം എടുക്കാൻ പോലും അവനും ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടു. എൻ്റെ മാതാവേ, ഞാൻ എന്തായി കാണിച്ചു കൂട്ടിയത്? എൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ മാത്രം മൃഗമായിരുന്നോ ഞാൻ? അവൻ്റെ ചുണ്ടുകൾ വിറച്ചു. അവളുടെ ചുട്ടുപൊള്ളുന്ന ശരീരം, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥ എല്ലാം അവൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞു വന്നു. വേഗം ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷായി അവളുടെ അടുത്തേക്ക് ചെന്നു. അവൾ അപ്പോഴും ഉറക്കം പോലും എഴുന്നേൽക്കാതെ കിടക്കുകയായിരുന്നു. അവളുടെ മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യം പോലും അവന് നഷ്ടപ്പെട്ടിരുന്നു. താൻ കാരണം അവളുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ആ ചിന്ത അവൻ്റെ ഉള്ളിനെ ഭയപ്പെടുത്താൻ തുടങ്ങി. അവളെ കട്ടിലിൽ നിന്നും കോരിയെടുത്തവൻ താഴേക്ക് ചെന്നു. എന്താ ചാർലി, എന്താ? അവളെ എടുത്തുകൊണ്ട് വരുന്ന കണ്ടതും അവൻ്റെ മമ്മി ഭയത്തോടെ ചോദിച്ചു. ഒന്ന് പറഞ്ഞു നിൽക്കാൻ സമയമില്ല മമ്മി, ഇവക്കൊട്ടും വയ്യ. മമ്മി പെട്ടെന്ന് വരാൻ നോക്ക്. അവൻ പറഞ്ഞതും അവർ പിന്നീട് ഒന്നും തന്നെ ചിന്തിക്കാതെ അവൻ്റെ ഒപ്പം തന്നെ ഇറങ്ങി. അവർ രണ്ടുപേരും കൂടിയാണ് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. പനി അവളുടെ ശരീരത്തിൽ മുഴുവനായിട്ടും വ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തലേന്നത്തെ ഓർമ്മകളും അവൾക്ക് ഇല്ലാതെയായിപ്പോയി. ഇന്നും ആ ഓർമ്മകൾ അവളിലേക്ക് തിരികെ വന്നിട്ടില്ല. ചാർലി ഓർമ്മകളിൽ നിന്നും പതുക്കെ കണ്ണുകൾ തുറന്നപ്പോൾ അവൻ്റെ കവിളുകളിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ആദവും ജീവനും ഒരു വാക്കുപോലും മിണ്ടാനാവാതെ തരിച്ചിരുന്നു പോയി. ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും ഡോക്ടർമാർ പറഞ്ഞു പനി അവളുടെ തലച്ചോറിനെ വരെ ബാധിക്കുന്ന അവസ്ഥയിലായിരുന്നുവെന്ന്. ചാർലി വിറയ്ക്കുന്ന ശബ്ദത്തിൽ തുടർന്നു. ആ പനിയുടെ കാഠിന്യത്തിൽ അവളുടെ ശരീരം വെന്തുരുകിയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് തലേദിവസം രാത്രിയിൽ നടന്നുവെന്നും അവൾക്ക് ഓർമ്മയില്ലാതെ പോയത്. പിറ്റേന്ന് ബോധം വന്നപ്പോൾ അവൾ എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. പുഞ്ചിരി കാണുമ്പോൾ എൻ്റെ നെഞ്ച് പിളരുമായിരുന്നു. അവളുടെ മുഖത്തേക്ക് പോലും നോക്കാൻ എനിക്ക് ഭയമായിരുന്നു. ചാർലി അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു. ആദ്യമാണെങ്കിൽ ഒന്നും പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയായിരുന്നു.
പിറ്റേന്ന് നീ ഹോസ്പിറ്റലിലേക്ക് വന്ന് അവളോട് കുറേ സോറി ചോദിച്ചു. തലേന്ന് ഞങ്ങൾക്കിടയിൽ നടന്ന സംഭവങ്ങളൊന്നും അവൾക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ട് തന്നെ ഞാനും ഒന്നും പറയാൻ പോയില്ല. ആ കുറ്റബോധം അന്നും ഇന്നും എന്നെ ഒരുപോലെ വേട്ടയാടുന്നുണ്ട്. പിന്നീട് അവൾ പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. അവൾ പ്രഗ്നൻ്റ് ആയത് നീ കാരണമാണെന്ന് അവൾ വിശ്വസിച്ചു. എന്നാൽ നീ അവളെയും കുഞ്ഞിനെയും തള്ളിപ്പറഞ്ഞു. അന്ന് നീ അവളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അന്ന് നീ ഒരു കാര്യം കൂടി അതിനോടൊപ്പം കൂട്ടിച്ചേർത്തു. അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അപ്പം ഞാനാണെന്നുള്ള രീതിയിലാണ് നീ അന്ന് സംസാരിച്ചത്. പക്ഷേ എല്ലാം കൂട്ടി വായിക്കുമ്പോൾ അത് ശരി തന്നെയായിരുന്നു. ചിലപ്പോൾ ആ പള്ളിമുറ്റത്ത് വെച്ച് മാതാവ് തന്നെയായിരിക്കും നിൻ്റെ നാവിൽ അങ്ങനെയൊക്കെ പറയിപ്പിച്ചത്. അന്ന് അവൾ തിരികെ കാരുണ്യയിലേക്ക് വന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചപ്പോൾ അവളെ കോരിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴും ഞാൻ വിശ്വസിച്ചിരുന്നില്ല അവളുടെ വയറ്റിലുണ്ടായിരുന്നത് എൻ്റെ കുഞ്ഞാണെന്ന്. അവൾ എൻ്റെ കുഞ്ഞാണെന്ന് അറിയാൻ എനിക്ക് 10 മാസം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ 1 വയസ്സുള്ളപ്പോഴാണ് ഞാൻ DNA ടെസ്റ്റ് നടത്തിയത്. എനിക്ക് ഒരു ഉറപ്പ് വേണമായിരുന്നു. അവൾ നിൻ്റെ കുഞ്ഞാണോ എൻ്റെ കുഞ്ഞാണോ എന്ന് എനിക്ക് അറിയണമായിരുന്നു. നിൻ്റെ കുഞ്ഞാണെങ്കിൽ പോലും ഞാൻ ഒരിക്കലും അവളെ തള്ളിപ്പറയില്ലായിരുന്നു. എൻ്റെ മകളായിട്ട് തന്നെ അവൾ പുലിക്കളത്തിൽ വളർന്നേനെ. പക്ഷേ ദൈവം വിധിച്ചത് മറ്റൊന്നായിരുന്നു. അവൾ എൻ്റെ ചോര ആകണമെന്നായിരുന്നു ദൈവത്തിൻ്റെ വിധി. അതുകൊണ്ടായിരിക്കാം ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവൾ എൻ്റെ കുഞ്ഞാണെന്ന് DNA-യിൽ തെളിഞ്ഞത്. അന്നെനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവളോട് മറ്റുള്ളവരോടും വിളിച്ച് പറയണമെന്നുണ്ടായിരുന്നെങ്കിൽ പോലും അവർക്ക് എന്നെപ്പറ്റി എന്ത് കരുതുമെന്നായിരുന്നു ഞാൻ ആ നിമിഷം ചിന്തിച്ചത്. അതിലുപരി അവളെന്നെ വെറുക്കുന്നതോ മറ്റൊരു കണ്ണോടുകൂടി എന്നെ കാണുന്നതോ എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ലായിരുന്നു. അതുകൊണ്ട് മനഃപൂർവ്വം തന്നെയാണ് ഇത്രയും നാളും എല്ലാവരുടെയും മുമ്പിൽ ഞാൻ ഇതൊന്നും തുറന്നു പറയാഞ്ഞത്. ഇപ്പോൾ നീ കുഞ്ഞിന് വേണ്ടി തിരികെ വന്നപ്പോൾ നിന്നോടെങ്കിലും എനിക്കിതൊക്കെ തുറന്നു പറയണമെന്ന് തോന്നി. എൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെ അല്ലേടാ വളരേണ്ടത്. അവൾ ഞാനെന്തിനാ നിനക്ക് വിട്ടുതരുന്നേ? അവളുടെ അപ്പം ഞാനാ. സംശയമുണ്ടെങ്കിൽ ദേ നീ ഇത് നോക്കിക്കോ. അതും പറഞ്ഞ് ചാർലി തിരികെ ചെന്ന് കാറിൽ നിന്നും ഒരു ഫയലെടുത്തു. ശേഷം അത് ആദത്തിൻ്റെ കൈകളിലേക്ക് കൊടുത്തു. 2 വർഷം മുൻപ് അവൻ കുഞ്ഞിൻ്റെ DNA ടെസ്റ്റ് നടത്തിയ റിസൾട്ടായിരുന്നു. അതായത് അവൾക്ക് 1 വയസ്സുള്ളപ്പോൾ ചെയ്തത്. ആദത്തിൻ്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. ഇത്രയും നാളും താൻ വിചാരിച്ചത് അവൾ തൻ്റെ മകളായിരുന്നു എന്നാ. എന്നാൽ ഇന്ന് അതല്ല സത്യമെന്നറിഞ്ഞവന് വല്ലാത്ത സങ്കടം തോന്നി. തിരികെ ചാർലിയോട് മറുപടി ഒന്നും പറയാൻ നിൽക്കാതെ ഫയല് കൊടുത്തിട്ട് അവൻ തൻ്റെ കാറിൻ്റെ അടുത്തേക്ക് ചെന്നു. നീ പേടിക്കണ്ട, ഞാൻ ആ നോട്ടീസ് പിൻവലിച്ചോളാം. ഇനിയൊരിക്കലും അവൾക്ക് അവകാശമായിട്ട് ഞാൻ വരില്ല. ആദം അത്രയും തിരിഞ്ഞു നിന്ന് അവനെ നോക്കി പറഞ്ഞതിന് ശേഷം കാറെടുത്ത് അവിടെ നിന്നും പോയിരുന്നു. ചാർലി ജീവൻ അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു. ഇപ്പം ഈ സത്യം നമുക്ക് 3 പേർക്ക് മാത്രമേ അറിയുള്ളൂ ജീവൻ. ഇത്രയും നാളും എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ട് നടന്നതാ. ആരോടും പറയരുതെന്ന് കരുതിയിരുന്നതാ. പക്ഷെ സാഹചര്യങ്ങൾ ഇങ്ങനെയായിപ്പോയി. ഇനിയെങ്കിലും സത്യങ്ങളൊക്കെ അവനോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടും. എനിക്ക് അവളുടെ സങ്കടം കാണാൻ കഴിയില്ല. അത്രയ്ക്കും ജീവനാ എനിക്കെൻ്റെ പെണ്ണിനെ. ചാർലി നിസ്സഹായതയോടെ അവനെ നോക്കി പറഞ്ഞു. പക്ഷെ ചാർലി, ഇതൊക്കെ എന്തെങ്കിലും ഷീതു അറിയില്ലേ? അപ്പോൾ അവൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കാന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരാളാണെന്ന് അവൾ അറിഞ്ഞ ജീവൻ സംശയത്തോടെ അവനെ നോക്കി. എന്നാൽ അതിനവന് മറുപടി ഒന്നും തന്നെ തിരികെ പറയാനുണ്ടായിരുന്നില്ല.